ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റലായിരുന്നു ഷിംല. എന്നാൽ അത്തരമൊരാവശ്യത്തിനായി ബ്രിട്ടീഷുകാർ ആദ്യം കണ്ടെത്തിയതും വികസിപ്പിച്ചതും ഹിമാചൽ പ്രദേശിലെ മറ്റൊരു പട്ടണമായ ധരംശാലയാണ്. ഹിമാലയ സാനുക്കളുടെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂപ്രദേശം ബ്രിട്ടീഷുകാരെ അത്രയേറെ ആകർഷിച്ചിരുന്നു. പക്ഷേ 1905 ഒരു ഭൂകമ്പം സാഹചര്യങ്ങളെ ആകെ തകിടം മറിച്ചു. അതോടെ ബ്രിട്ടീഷ് ഭരണകൂടം ഇവിടം ഉപേക്ഷിക്കുകയും ഷിംലയെ പരിഗണിക്കുകയുമാണുണ്ടായത്. പിന്നീട് ഒരു സാധാരണ മലയോര പട്ടണമായി തുടർന്ന ധരംശാല വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടത് ടിബറ്റിൽ നിന്നും പലായനം ചെയ്തു വന്ന ആത്മീയ നേതാവ് ദലൈലാമയെയും ആയിരക്കണക്കിന് അഭയാർത്ഥികളെയും ഇന്ത്യൻ ഗവൺമെന്റ് ഇവിടെ പാർപ്പിച്ചതോടെയാണ്. നിലവിൽ 8000-ഓളം ടിബറ്റൻ അഭയാർത്ഥികളാണ് ധരംശാലയിലുള്ളത്. സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പ്രവാസി സർക്കാരും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഒരു ദേശീയ തലസ്ഥാനത്തുണ്ടാവേണ്ട എല്ലാ സ്ഥാപനങ്ങളും ധരംശാലയിലും കാണാനാവും. ഒരു രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യവും പാർലമെന്റും എന്ന പോലെയാണിത്. പോകാം ധരംശാലയുടെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ധരംശാല നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ചർച്ച് ഓഫ് സെയിന്റ് ജോൺ ഇൻ ദി വിൽഡേർനെസ്, തുടർന്ന് ത്രിയൂണ്ട് ഹിൽ, അടുത്തത് ഭാഗ്സുനാഗ് ക്ഷേത്രം ആൻഡ് ഭാഗ്സുനാഗ് വെള്ളച്ചാട്ടം, പിന്നെ സുഗ്ലാഖാങ് കോംപ്ലക്സ്, തുടർന്ന് ധരംശാല വാർ മെമ്മോറിയൽ, അടുത്തത് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് സ്റ്റേഡിയം, പിന്നെ നോർബുലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ നിന്നും ഗ്യൂദോ താന്ത്രിക് മൊണാസ്റ്ററി, തുടർന്ന് കാംഗ്ര ഫോർട്ട്, അവസാനമായി മസ്രൂർ റോക്ക് കട്ട് ടെമ്പിൾ. ഈ യാത്രയിൽ നാം ആദ്യം സന്ദർശിക്കുന്നത് ഒരു ക്രൈസ്തവ ദേവാലയമാണ്. ദേവദാരു വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വനസമാനമായ മലഞ്ചെരുവിൽ പണികഴിപ്പിച്ചിട്ടുള്ള യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു ചർച്ച്, ചർച്ച് ഓഫ് സെയിന്റ് ജോൺ ഇൻ ദി വിൽഡേർനെസ്. പള്ളി നിർമ്മിക്കുന്ന കാലത്ത് ഇവിടെ കൊടും വനമായിരുന്നതിനാൽ നൽകിയ പേരാണത്. 1852 ദേവാലയ മന്ദിരത്തിന്റെ പണികൾ പൂർത്തിയായത്. 1.5 നൂറ്റാണ്ടിനിപ്പുറവും കാര്യമായ തകരാറുകളില്ലാതെ നിലനിൽക്കുന്ന ദേവാലയം ഭംഗിയായി പരിപാലിക്കുന്നുണ്ട്. 1905 ഇവിടെയുണ്ടായ കനത്ത ഭൂകമ്പത്തിൽ പോലും ദേവാലയത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. മണിഗോപുരം മാത്രമേ അന്ന് തകർന്നു വീണുള്ളൂ. ഉടൻ തന്നെ ബ്രിട്ടീഷുകാർ ചർച്ച് പുതുക്കി പണിയുകയും ചെയ്തു. ദേവദാരു മരങ്ങൾ സൃഷ്ടിക്കുന്ന ഹരിതാഭമായ പശ്ചാത്തലം തന്നെയാണ് ചർച്ച് ഓഫ് സെയിന്റ് ജോൺസ് ഇൻ ദി വിൽഡേർനെസിന്റെ മുഖ്യ ആകർഷണം. ചെറിയൊരു പ്രാർത്ഥനാ ഹാളാണ് ഉൾവശത്തുള്ളത്. ഹാളിനുള്ളിലെ പ്രധാന കാഴ്ച അൾത്താരയ്ക്ക് പിന്നിലെ സ്റ്റെയിൻ ചെയ്ത ചില്ലു ജാലകങ്ങളാണ്. ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന എൽജിൻ പ്രഭുവിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാപിച്ചതാണിത്. ധരംശാലയിൽ വെച്ച് മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചിട്ടുള്ളതും ഈ പള്ളിയുടെ സെമിത്തേരിയിലാണ്.
ബ്രിട്ടീഷ് ഭരണകാലത്ത് യുദ്ധങ്ങളിൽ മരിച്ച ബ്രിട്ടീഷ് സൈനികരുടെ സ്മാരകശിലകളും പ്രാർത്ഥനാ ഹാളിനുള്ളിൽ കാണാം. ധർമ്മശാലയിൽ എത്തിയാൽ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വിനോദമാണ് ട്രെക്കിംഗ്. സാധാരണക്കാർക്കും എത്തിപ്പെടാൻ കഴിയുന്ന ട്രെക്കിംഗ് സ്പോട്ടുകൾ ധർമ്മശാലയുടെ സമീപത്തെ പർവ്വത മേഖലയിലുണ്ട്. അതിലൊന്നാണ് ത്രിയൂണ്ട് പീക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 2850 മീറ്റർ ഉയരത്തിലുള്ള കൊടുമുടി. മലഞ്ചെരുവിലെ നടപ്പാതകളിലൂടെ സഞ്ചരിച്ച് ഇവിടേക്ക് എത്താനാകും. വഴി പൂർണ്ണമായും സഞ്ചാരയോഗ്യമാണെന്നതിനാൽ വളരെ സുരക്ഷിതമാണ് ട്രെക്കിംഗ്. എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ മുൻകരുതലുകൾ എടുക്കണം. മലനിരകളുടെയും താഴ്വരയുടെയും അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് കൊടുമുടിയിലേക്കുള്ള യാത്ര. നിരവധി വ്യൂ പോയിന്റുകളും വഴിയിലുണ്ട്. ചിലയിടങ്ങളിൽ കഫേകളും പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ ഏറ്റവും പഴയ കഫേയാണ് ഏതാണ്ട് പാതി വഴിയിലുള്ള മാജിക് വ്യൂ. ഇവിടെ നിന്നും രുചികരമായ ഭക്ഷണവും കഴിക്കാം, ഭംഗിയുള്ള കാഴ്ചകളും കാണാം. വഴിയിൽ ഏറ്റവും മുകളിലുള്ള കഫേയാണ് സ്നോ ലൈൻ. ഇതിനു മുകളിലേക്ക് തണുത്തുറഞ്ഞ മഞ്ഞ് കാണാനാകും. ഹിമാലയൻ പർവ്വതനിരയായ ധൗളാധർ റേഞ്ചിന്റെ ഭാഗങ്ങളാണ് ഇവിടമെല്ലാം. ക്യാമ്പിങ്ങിനും ത്രിയൂണ്ട് കൊടുമുടിയിൽ സൗകര്യങ്ങളുണ്ട്. ഇതിനായി പ്രത്യേക മേഖലകൾ സജ്ജമാണ്. രാത്രിയിൽ തെളിഞ്ഞ ആകാശത്തിന്റെ അപൂർവ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ പ്രദേശമാണിത്. പർവ്വതനിരയുടെ പശ്ചാത്തലത്തിൽ സൂര്യോദയത്തിന്റെയും അസ്തമനത്തിന്റെയും മനോഹര കാഴ്ചകളും കാണാം. ധർമ്മശാലയുടെ ചരിത്രവുമായി അടുത്ത ബന്ധമുള്ള ഒരു കാഴ്ചയിലേക്കാണ് ഇനി നാം പോകുന്നത്. ഭാഗ്സുനാഗ് ക്ഷേത്രം. ഭാഗ്സുനാഗ് എന്ന നാഗദേവതയെയും ശിവനെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ആരാധനാലയം. ഇവിടുത്തെ തടാകത്തിൽ നിന്നും തന്റെ രാജ്യത്തേക്ക് ജലം മോഷ്ടിക്കാൻ ശ്രമിച്ച ഭാഗ്സു എന്ന രാജാവും അതിൽ കുപിതയായി രാജാവിനെ ആക്രമിച്ച് കീഴടക്കിയ നാഗദേവതയും ക്ഷേത്ര ഐതിഹ്യത്തിലുണ്ട്. ഹൈന്ദവ ആർക്കിടെക്ചറിലുള്ള ചെറിയൊരു മന്ദിരമാണ് ക്ഷേത്രത്തിൻ്റെത്. എങ്കിലും ഹിമാലയത്തിന്റെ പശ്ചാത്തലം ക്ഷേത്രത്തെ ആകർഷകമായ കാഴ്ചയാക്കി മാറ്റുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ദൂരദേശങ്ങളിൽ നിന്നും തീർത്ഥാടകരെത്തിയിരുന്ന ആരാധനാ കേന്ദ്രമാണിത്. ദിവസങ്ങളോളം സഞ്ചരിച്ചെത്തുന്ന വിശ്വാസികൾക്ക് താമസവും ഭക്ഷണവും ഒരുക്കിയിരുന്നത് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഒരു ധർമ്മശാലയിലാണ്. ആ ധർമ്മശാലയുമായി ബന്ധപ്പെട്ടാണ് പട്ടണത്തിന് ധരംശാല എന്ന പേര് ലഭിച്ചത്. പഴയ ധരംശാല പട്ടണത്തിന്റെ കേന്ദ്രവും ക്ഷേത്രം ഉൾപ്പെടുന്ന ഈ പ്രദേശമായിരുന്നു. ധർമ്മശാല കെട്ടിടത്തോട് ചേർന്ന് 3 ക്ഷേത്രക്കുളങ്ങൾ കാണാം. ഇതിൽ ഏറ്റവും മുകളിലുള്ളതാണ് പുണ്യതീർത്ഥം. താഴെയുള്ളത് തീർത്ഥാടകർക്ക് സ്നാനത്തിനുള്ളതും. ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ച ഭാഗ്സുനാഗ് എന്നു തന്നെ പേരുള്ള വെള്ളച്ചാട്ടമാണ്. ക്ഷേത്രത്തിൽ നിന്നും മലഞ്ചെരുവിലെ നടവഴിയിലൂടെ അല്പം നടന്നാൽ 30 അടി ഉയരത്തിൽ നിന്നും വീഴുന്ന ജലപാതത്തിനടുത്തെത്താം. വേനലിൽ വെള്ളം കുറവാണെങ്കിലും മൺസൂൺ കാലത്ത് വലിയ അളവിൽ വെള്ളമൊഴുകുന്ന അരുവിയാണിത്. ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഷോപ്പിംഗ് ആണ് ഇവിടുത്തെ രസകരമായ ഒരു അനുഭവം. ടിബറ്റൻ പാരമ്പര്യത്തിലുള്ള കരകൗശല വസ്തുക്കളും ഹിമാലയ സാനുക്കളിൽ കണ്ടുവരുന്ന പ്രകൃതി വിഭവങ്ങളും ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ അരികിലുള്ള സ്റ്റാളുകളിൽ ലഭിക്കും.
ഇനി നമുക്ക് കാണേണ്ടത് സുഗ്ലാങ് ഖാങ് കോംപ്ലക്സ് ആണ്. ദലൈലാമയുടെ ആസ്ഥാനവും ടിബറ്റൻ പ്രവാസി ഭരണകൂടവും കേന്ദ്രീകരിച്ചിട്ടുള്ള ഇടം. മക്ലിയോഡ് ഗഞ്ചിലെ പരിമിതമായ സൗകര്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇടുങ്ങിയ വഴികളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങളുമാണ് ഇവിടെയുള്ളത്. എങ്കിലും ഒരു രാജ്യത്തിന്റെ ആസ്ഥാനത്ത് വേണ്ടതെല്ലാം സമുച്ചയത്തിലും പരിസര പ്രദേശങ്ങളിലുമായി സജ്ജമാക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ദലൈലാമ ടെമ്പിൾ, നാംഗ്യാൽ മൊണാസ്റ്ററി, മ്യൂസിയങ്ങൾ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ. മറ്റ് ക്ഷേത്രങ്ങളുമായി താരതമ്യം ചെയ്താൽ സുഗ്ലാങ് ഖാങ്ങിലെ ബുദ്ധക്ഷേത്രമായ ദലൈലാമ ടെമ്പിൾ വളരെ ലളിതമാണ്. വലിയ സ്വർണ്ണ പ്രതിമകളോ അലങ്കാരങ്ങളോ ഒന്നും ക്ഷേത്രത്തിൽ കാണാനാവില്ല. എങ്കിലും ധാരാളം വിശ്വാസികൾ ഇവിടെ ധ്യാനിക്കാനും ആരാധന നടത്താനും എത്തുന്നുണ്ട്. നാംഗ്യാൽ മൊണാസ്റ്ററി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധ സന്യാസി മഠങ്ങളിൽ ഒന്നാണ്. മൊണാസ്റ്ററിയിൽ പല പ്രായക്കാരായ സന്യാസിമാരോട് സംസാരിക്കാനും ചർച്ചകൾ നടത്താനും കഴിയും. ഇനിയുള്ളത് മ്യൂസിയങ്ങളാണ്. ടിബറ്റിന്റെ രാഷ്ട്രീയ ചരിത്രം, കല എന്നിവയൊക്കെയാണ് മ്യൂസിയങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ധരംശാലയിൽ സന്ദർശിക്കേണ്ട മറ്റൊരു ഡെസ്റ്റിനേഷനാണ് ഇന്ത്യൻ ആർമിയുടെ രക്തസാക്ഷി സ്മാരകം. യുദ്ധങ്ങളിലും മറ്റു പോരാട്ടങ്ങളിലും വീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ചതാണിത്. ഒരു ഉദ്യാനം പോലെയാണ് സ്മാരകത്തിന്റെ രൂപകൽപ്പന. ദേവദാരു മരങ്ങൾ നിറഞ്ഞ പ്രദേശം മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് മെമ്മോറിയൽ തയ്യാറാക്കിയിരിക്കുന്നു. യുദ്ധോപകരണങ്ങളുടെയും സൈനിക വാഹനങ്ങളുടെയും മറ്റും പ്രദർശനവും ഇവിടെയുണ്ട്. പീരങ്കികൾ, വിമാനങ്ങൾ എന്നിവയൊക്കെ പ്രദർശനത്തിൽ ഉൾപ്പെടും. ബ്രിട്ടീഷുകാർ 2ാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ച പീരങ്കികൾ വരെ സ്മാരകത്തിൽ കാണാം. ബ്രിട്ടീഷ് സേനയുടെയും പിൽക്കാലത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെയും ഭാഗമായ ഗൂർഖ റെജിമെന്റിന്റെ ശേഖരത്തിലുള്ളതാണ് ഈ യുദ്ധോപകരണങ്ങൾ. ഗൂർഖ റെജിമെന്റിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ധരംശാല. സ്മാരകത്തിനുള്ളിലൂടെ നടക്കുന്നത് സവിശേഷമായ ഒരു അനുഭവമാണ്. സൈനികരെ സ്മരിക്കുന്ന ഭംഗിയുള്ള ഇൻസ്റ്റലേഷനുകളും പലയിടങ്ങളിലായി കാണാനാകും. അടുത്തതായി നാം സന്ദർശിക്കുന്നത് ഒരു മൈതാനമാണ്. ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം. പട്ടണത്തിലെ ഒരു കുന്നിൻ മുകളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം. സമുദ്രനിരപ്പിൽ നിന്നും 4780 അടിയാണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കളം എന്ന സവിശേഷതയും ധരംശാല സ്റ്റേഡിയത്തിനുണ്ട്. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷനാണ് സ്റ്റേഡിയത്തിന്റെ ഉടമ. സംസ്ഥാനതല ക്രിക്കറ്റ് മത്സരങ്ങളുടെ സ്ഥിരം വേദിയാണിവിടം. കൂടാതെ പഞ്ചാബ് കിങ്സ് IPL ടീം പരിശീലനത്തിനായും സ്റ്റേഡിയം ഉപയോഗിക്കുന്നു. ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണെങ്കിലും അന്താരാഷ്ട്ര മാച്ചുകൾ അപൂർവമായേ ഇവിടെ നടക്കാറുള്ളൂ. കുറഞ്ഞ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് പ്രധാന കാരണം. 25,000 പേരെ മാത്രമേ ധരംശാല സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ ഉൾക്കൊള്ളാനാവൂ. വൻ നഗരങ്ങളിലെ മറ്റ് സ്റ്റേഡിയങ്ങളുമായി താരതമ്യം ചെയ്താൽ ഈ സംഖ്യ 1/3 മാത്രമാണ്.
ശ്രദ്ധിക്കപ്പെടുന്ന മത്സരങ്ങൾ പൊതുവെ കുറവാണെങ്കിലും ലൈവ് സംപ്രേക്ഷണങ്ങളിലൂടെ ലോകമെങ്ങും ധരംശാല പ്രസിദ്ധിയാർജിച്ചിട്ടുണ്ട്. ക്യാമറയിലൂടെ സ്ക്രീനിൽ തെളിയുന്ന ഹിമാലയ നിരകൾ തന്നെയാണ് ഇതിന് കാരണം. സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഗംഭീര കാഴ്ച കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ധരംശാലയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലൊന്നായി ക്രിക്കറ്റ് സ്റ്റേഡിയം മാറുന്നു. നോർബുലിങ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇനി നമുക്ക് കാണേണ്ട ഡെസ്റ്റിനേഷൻ. ധരംശാലയിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള സിദ്ധ്പൂരിൽ പ്രവർത്തിക്കുന്ന കൾച്ചറൽ കോംപ്ലക്സ്. ടിബറ്റൻ സാംസ്കാരിക സവിശേഷതകൾ ആസ്പദമാക്കിയാണ് ഈ പ്രദർശന കേന്ദ്രം തയ്യാറാക്കിയിട്ടുള്ളത്. ടിബറ്റിലെ നാടൻ കലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിഗംഭീരമാണ് നോർബുലിങ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രൂപകൽപ്പന. ടിബറ്റൻ ഘടകങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ജാപ്പനീസ് ശൈലിയിൽ ഉൾഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ജാപ്പനീസ് ഗാർഡനുകളിൽ കാണും പോലെയാണ് കുളങ്ങളുടെയും ചെടികളുടെയും മരങ്ങളുടെയുമെല്ലാം ക്രമീകരണം. കടും നിറങ്ങളുടെ ഉപയോഗം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നല്ലൊരു ഫോട്ടോഗ്രാഫിക് ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നുണ്ട്. പലതരം പ്രദർശനങ്ങൾ ഉൾപ്പെടുന്നതാണ് നോർബുലിങ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് കോംപ്ലക്സ്. പെയിന്റിങ്ങുകൾ, പ്രതിമകൾ, പാവകൾ എന്നിങ്ങനെ പലതരം കലാസൃഷ്ടികൾക്കായി പ്രത്യേകം വിഭാഗങ്ങൾ. പ്രദർശനം മാത്രമല്ല, ഇവ തയ്യാറാക്കുന്ന ആർട്ട് വർക്ക്ഷോപ്പുകളും ഇവിടെ കാണാം. ഓരോ സൃഷ്ടിയും സാവധാനം വികസിച്ചു വരുന്നത് വളരെ രസകരമായൊരു കാഴ്ച തന്നെയാണ്. താല്പര്യമുണ്ടെങ്കിൽ ഈ പരമ്പരാഗത കലകൾ അഭ്യസിക്കാനുമാകും. ഒരു ബുദ്ധ സന്യാസി മഠമാണ് അടുത്തതായി നാം കാണുന്നത്. ഗ്യൂട്ടോ താന്ത്രിക് മൊണാസ്റ്ററി. മതപരമായി വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മഠം. ആരാധനയുമായി ബന്ധപ്പെട്ട തന്ത്രവിദ്യകളും മറ്റും ഇവിടെ നിന്നും സന്യാസിമാർക്ക് അഭ്യസിക്കാനാകും. യഥാർത്ഥത്തിൽ ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിൽ ഇതേ പേരിലുള്ള മൊണാസ്റ്ററി പ്രവർത്തിക്കുന്നുണ്ട്. അഭയാർത്ഥികളായി എത്തിയവർ ആ മഠത്തിന്റെ പേരിൽ മറ്റൊരു മൊണാസ്റ്ററി ഇവിടെ സ്ഥാപിക്കുകയായിരുന്നു. വലിയ പ്രാർത്ഥനാ ഹാൾ കേന്ദ്രീകരിച്ചാണ് മൊണാസ്റ്ററിയിലെ പ്രധാന ചടങ്ങുകളെല്ലാം സംഘടിപ്പിക്കുന്നത്. ഈ ഹാളാണ് മൊണാസ്റ്ററിയിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതിയും. മഞ്ഞ നിറത്തിലുള്ള പെയിന്റിങ്ങും തനത് ടിബറ്റൻ രൂപകൽപ്പനയും ഹാളിനെ ഭംഗിയുള്ള കാഴ്ചയാക്കി മാറ്റുന്നു. ബുദ്ധന്റെ സ്വർണ്ണ നിറമുള്ള വലിയൊരു വിഗ്രഹം ഉൾവശത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും മൊണാസ്റ്ററിയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം ഇതുതന്നെയാണ്. ഇവിടെ പ്രാർത്ഥന ചൊല്ലുന്നതിലും വാദ്യങ്ങളുടെ ഉപയോഗത്തിലുമെല്ലാം കാണാം ചില വ്യത്യസ്തതകൾ. പ്രാർത്ഥനാ സമയങ്ങളിൽ മൊണാസ്റ്ററിയിൽ സന്ദർശകരുടെ നല്ല തിരക്കുണ്ടാകും. ഇനി പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകത്തിലേക്കാണ്. കാംഗ്ര ഫോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കോട്ടകളിലൊന്ന്. ഹിമാലയ പർവ്വത മേഖലയിലെ ഏറ്റവും വലിയ കോട്ടയും. കാംഗ്ര പട്ടണത്തിന് സമീപത്തുള്ള കുന്നിൻ മുകളിലാണ് കോട്ടയുടെ സ്ഥാനം. ധരംശാലയിൽ നിന്നും 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താനാകും. വിശാലമായ കോട്ടയുടെ ഭൂരിഭാഗവും ഇപ്പോൾ തകർന്ന നിലയിലാണ്. 1905 ഇവിടെയുണ്ടായ ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം കോട്ടയ്ക്കുണ്ടായിരുന്നു. അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു വരുന്നു.
10-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം ഈ കോട്ടയുമായി ബന്ധപ്പെട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുണ്ടായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ കോട്ട ഏറെ സഹായകമായിരുന്നു. സൈനികമായി മാത്രമല്ല, മതപരമായും പ്രാധാന്യമുള്ള കോട്ടയാണിത്. ജൈന ബുദ്ധമതങ്ങളുടെയെല്ലാം പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇവിടം. പഴയ ക്ഷേത്രങ്ങളുടെ അവശേഷിപ്പുകൾ കോട്ടയിൽ പലയിടങ്ങളിലായി കാണാനാകും. മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളുമെല്ലാം കോട്ടയിലെ ക്ഷേത്ര അവശേഷിപ്പുകളുടെ സവിശേഷതകളാണ്. ആരാധന നടക്കുന്ന ക്ഷേത്രങ്ങളും കോട്ടയിലുണ്ട്. അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് കാംഗ്ര ഫോർട്ടിന്റെ മറ്റൊരു ആകർഷണം. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പരിസര പ്രദേശങ്ങൾ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. മറ്റൊരു ചരിത്ര സ്മാരകമാണ് നാം അവസാനമായി സന്ദർശിക്കുന്നത്. മസ്രൂർ റോക്ക് കട്ട് ടെമ്പിൾ. ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്ര ശ്രീകോവിലുകളുടെ സമുച്ചയം. 8-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ക്ഷേത്രങ്ങളാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ശിവനെയാണ് ഇവിടെ ആദ്യം പ്രതിഷ്ഠിച്ചതും ആരാധിച്ചിരുന്നതും. പിന്നീട് രാമൻ, സീത, ലക്ഷ്മണൻ എന്നീ ആരാധനാമൂർത്തികളുടെ വിഗ്രഹവും സ്ഥാപിക്കപ്പെട്ടു. പാണ്ഡവരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐതിഹ്യവും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്നുണ്ട്. ധരംശാലയിൽ നിന്നും 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മസ്രൂർ ടെമ്പിളിൽ എത്താനാകും. കാംഗ്ര താഴ്വരയിൽ ബിയാസ് നദിക്ക് സമീപമുള്ള കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലോറ ഓഫ് നോർത്ത്, ഹിമാലയൻ പിരമിഡ്സ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സൈറ്റ് സംരക്ഷിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ 19 ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 1905 ഭൂകമ്പത്തിൽ അവയിൽ ചിലതിന് നാശനഷ്ടം സംഭവിച്ചു. അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോഴുള്ളത്. മസ്രൂർ എന്ന പേരിൽ ഒരു കുളവും കൂടി കോംപ്ലക്സിന്റെ ഭാഗമായുണ്ട്. ഇതിനഭിമുഖമായാണ് ക്ഷേത്രങ്ങളുടെ സ്ഥാനം. നിറയെ മത്സ്യങ്ങളുള്ള കുളവും ഇവിടെ ഒരു കാഴ്ചയായി മാറുന്നു. ടിബറ്റിൽ നിന്നും പലായനം ചെയ്തെത്തിയ ആത്മീയാചാര്യൻ ദലൈലാമയുടെ ആസ്ഥാനം എന്ന നിലയിൽ പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള ധരംശാലയുടെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. ദലൈലാമയിൽ മാത്രമായി ഈ പട്ടണം ഒതുങ്ങുന്നില്ല. ചരിത്രപരമായും സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ധരംശാല എത്രമാത്രം വ്യത്യസ്തവും സവിശേഷവുമാണെന്ന് ഈ യാത്രയിലൂടെ ബോധ്യപ്പെടുന്നു.